ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പ്രോഗ്രാമിന് വേണ്ടി പോവാണ്. ഞാൻ അത് ഓൾമോസ്റ്റ് റെഡിയായി ഇറങ്ങാനായിട്ടാണ്. ഓൾറെഡി കുറച്ച് ലേറ്റാണ്. ഇന്ന് പാലക്കാടാണ് പ്രോഗ്രാം. നമ്മുടെ മറ്റേ ടീം, നമ്മൾ ചെന്നൈയിലൊക്കെ പോയിരുന്ന ജയ്ശാൽ മാഷിൻ്റെ ടീമിൻ്റെ കൂടെ ഉണ്ട് പരിപാടി. അപ്പോൾ ഏകദേശം ഒരു 4-5 പേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി എടുത്തിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. ഇപ്പം തന്നെ 10 മണി ആവാനായിട്ട് 9:30 പോയി കിടത്താൻ പറഞ്ഞത്. ഞാൻ ഒന്ന് വണ്ടിയൊക്കെ രാവിലെ തന്നെ കഴുകിയിട്ട് അതിന് ശേഷമാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ്. അപ്പോൾ എനിക്ക് കുറച്ച് പരിഗണന കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ അപ്പം ഇങ്ങോട്ടൊന്ന് കഴിച്ചു. അപ്പോൾ പ്രോഗ്രാമിന് പോകണം. അപ്പോൾ അത്രയുള്ള വിശേഷങ്ങൾ ഞാൻ ബാക്കി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങളിത് ബാഗൊക്കെ പാക്ക് ചെയ്തപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഇത് നമ്മുടെ ജയ്ശാൽ മാഷിൻ്റെ വീടാണ്. ഇവിടെ പണി നടക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കയറിയതിന് ശേഷം ഓൾറെഡി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി ഇറങ്ങുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ പോകട്ടെ. ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഉണ്ടാവും. ദാസാ ഗൈസ്, ഇതാണ്ട് ദാസനെ ഞാൻ മുമ്പ് കാണിച്ചതല്ലോ ഒരു വ്ളോഗിൽ എല്ലാത്തിനും നമ്മളെ വൈറൽ വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നീ ഫുഡ് കഴിച്ചിട്ട് വരാട്ടാ. അവന് ഫുഡ് എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഓ, ബിരിയാണി മുട്ട തീർന്നൂലേ? അതിനുള്ളിൽ വേറെ ഉണ്ടാ? ഹലോ ദാസ സമാധാനത്തോടുകൂടി കഴിക്കും. അതാണ് ഇഷ്ടം. കഴിച്ചിട്ട് വരാം. ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എഴുതി വെച്ച് 30 ആണ്. എന്തായാലും നമ്മൾ 36 ആണ്. ഗൈസ്, അങ്ങനെ നമ്മളിത് പാലക്കാട് ജംഗ്ഷനിൽ എത്തിയിട്ടാ. ഇപ്പൊ സമയം 3:15. ഇതുവരെ നമ്മൾ വണ്ടിയിൽ തന്നെ ആയിരുന്നു. മാമാട്ടി കൊണ്ട് പോടോ എന്റെ റീൽസ്. ഗൈസ്, ഇവിടെ നമ്മൾ ഒരു കൂട്ടര് പാട്ടിട്ടിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോയിരുന്നത്. അപ്പുറത്ത് വേറൊരാൾ വെറുതെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരാൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ല, സത്യം പറഞ്ഞാൽ അങ്ങോട്ട് സാധനം മേടിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു കേട്ടോ. പക്ഷെ സാധനം കിട്ടിയില്ലല്ലേ? പോവാന്നാലേ. ഗൈസ്, അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാട്ടോ. അതായത് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഒരു 100 മീറ്റർ അപ്പുറത്ത് തന്നെയാണ് പ്രോഗ്രാം സ്ഥലം കേട്ടോ. പക്ഷെ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തി. ഹോട്ടലിൽ ചായ ഇല്ല, കടി മാത്രം ചൂടോടെ പൊരിച്ചിരുന്നു. അപ്പോൾ ഇവര് പറഞ്ഞ് ഈ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞ ഈ കടയിൽ നിന്ന് ചായ മേടിച്ചിട്ട് അവിടെ വന്നിട്ട് കടി വയ്ക്കാണ്. ലോജിക്കലി കറക്റ്റ് അല്ല. എന്നാൽ ഇവരെ നമ്മൾ ഇതാക്കണം, അല്ല അവരെ ഇതാക്കണം. പക്ഷെ ഇവിടെ കടിയില്ല. എന്തായി കടിയില്ല? ചേട്ടാ, അവിടെ ചായക്ക് കടിയില്ല. ഓക്കെ, ഓ സീനേ. മാഷ എച്ചിതരം കാണിച്ചാൽ ഞാൻ വ്ളോഗിലിടും. എന്റെ മന ഇതെന്താണ്? ചില്ലി ചിക്കൻ റോൾ. അങ്ങനെ ആർപ്പാടൊന്നും വേണ്ട. മാമാട്ടിയെ, അനു വാ. എന്താ വേണ്ടേ? ₹5 ബിസ്ക്കറ്റ് ഉണ്ട്. എന്താ വേണ്ടത്? ഇതിലെന്താ വേണ്ടത്? ചില്ലി റോള് കണ്ടിട്ട് രസമുണ്ടല്ലേ? ചില്ലി റോള് ആകെ 3 ഓക്കെ. എന്നാലേ 3 ചില്ലി റോൾ ഉണ്ട്. 6 പീസാക്കാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ആകെ 5 പേരേ ഉള്ളൂ കേട്ടോ. ഒരു പീസിന് വേണ്ടി ഒരു അടിയായിരിക്കും ഇവിടെ, ഉറപ്പാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിക്കന്റെ പീസ് അല്ല, ചിക്കൻ ഒന്നിന് എത്രയെന്നോ? എത്ര വില? ഓക്കെ, ഞാൻ കട്ട് ചെയ്ത്. ഇനി പറഞ്ഞോ, ഒന്നിന് എത്ര വില? ഷവർമ്മയാണ് ഒരു പറഞ്ഞത്. ഗൈസ്, എന്തായാലും ഞങ്ങൾക്ക് ഇപ്പൊ ഇനിയിപ്പോ അവിടെ എത്തിയ ഫുഡ് ഉണ്ടാവൂട്ടാ. ഷവർമ്മ വേണോന്ന് ചോദിക്കണ്ട്. വെറുതെ പറഞ്ഞ ദാസ എന്താ പറഞ്ഞു? ഈ എന്താ പറഞ്ഞു? ആ സാധനം തന്നെ, അതിന്റെ കട്ടണല്ലേ? കോഫി. ഓ, കോഫി ഐസ് തന്നാൽ മതിയല്ലേ? അങ്ങനെ പറ്റില്ല. അങ്ങനെ ചില്ലി റോൾ എത്തിയിട്ടാ എല്ലാം. ഇത് മുറിച്ചിട്ടില്ല, ഇത് അവിടെ പ്രശ്നമില്ല. അതൊക്കെ മുറിച്ചതല്ലേ.
ആ സീൻ ഒന്നുകൂടെ കാണിച്ചു പോകാൻ വേണ്ടി ആ വായിൽ വെച്ചിട്ട് കിടന്ന് വലിച്ചത് വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോ വായിൽ വെച്ചിട്ട് അനു ഒന്നും കാണിച്ചു ഞങ്ങൾ രണ്ടുപേരും കറക്റ്റ് ടൈമിങ് ആയിരുന്നേ. ചേട്ടങ്ങളെ പേരെന്താ? അറഫ്. ആ കൊള്ളായിരുന്നു ഞങ്ങൾ ആ സാധനം ചിക്കൻ എന്താണ് അതിന്റെ പേര്? ചില്ലി ചിക്കൻ റോള് കൊള്ളായിരുന്നു, നൈസായിരുന്നു. ഞങ്ങളിവിടെ പ്രോഗ്രാം ചെയ്യാൻ വന്നാ. ശരി എന്നാ കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ ചായ അടിച്ച് ഇറങ്ങിയിട്ടാ. നൈസായിരുന്നു കേട്ടോ ചില്ലി ചിക്കൻ റോള്. എത്രയാണ് വില എന്ന് പറഞ്ഞൂടാ. ഷവർമ്മയുടെ വില ഒക്കെ ഉണ്ടെങ്കിൽ മാഷ് ഷവർമ്മ വരാതെ ടൈറ്റാക്കി പിടിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഏതായാലും ഗൈസ് ഇതിന്റെ അപ്പുറത്ത് ഒരു 100 മീറ്റർ അപ്പുറത്തേ ഉള്ളൂ, അത്രേ പോകാനുള്ളൂ. അപ്പൊ ഇനിയിപ്പോ അവിടെ തിരി വരാം. ഗൈസ് അമ്മായി നമ്മളെ ചതിച്ചു. ഏതോ ഒരു അട്ട കൊണ്ട് കൊണ്ടുപോയാണ്ട് ലൊക്കേഷൻ എൻഡ് ചെയ്തു. ഇനിയിപ്പോ ഏകദേശം ഇവിടെ എവിടെയെങ്കിലൊക്കെ. ഇതെന്താ അമ്പലോ? എന്റെ മോൻ ഇത് അമ്പലം. ഇവിടുന്ന് ഇനി എങ്ങോട്ടാ മുമ്പേ പറഞ്ഞ മെയിൻ റോഡ്? ഏത് അതോ ദാസ? ഇനി എന്റെ ഐഡിയ ആണ് ഇപ്പൊ ഇവിടെ എത്തിച്ച്. ഇത് ഇതുപോലത്തെ ഐഡിയ ആണാ? ആരുടെയും വഴി എന്റെ മോനെ അവിടെ ഉണ്ടല്ലേ. ആ പട്ടി എടുത്ത് വെച്ചേക്കാം. പട്ടി ശിവാജി നഗർ എവിടെ ചോദിച്ചാൽ ആരോട് ചോദിക്കാ? പട്ടീനോടോ? അങ്ങനെ പറഞ്ഞില്ലേ? അപ്പൊ ഇതാണ് ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? ഇതാണ്ട പരിപാടി. ഇവിടെയാണ് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാ പരിപാടി. ഗൈസ് നമ്മളിത് ഫസ്റ്റ് എൻട്രിക്ക് വേണ്ടിയിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടാണ്. ഇവിടെ ഓൾറെഡി പെണ്ണൊക്കെ എത്തിയിട്ടുണ്ട്. ഗൈസ് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാട്ടാ. പ്രോഗ്രാമിന്റെ വേറൊരു വിശേഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിത് ഫസ്റ്റ് എൻട്രിക്ക് വേണ്ടി റെഡി ചെയ്ത് ആസാ അവന്റെ കോസ്റ്റ്യൂമാണ്. ഗൈസ് ഇതാണ് എൻട്രിയുടെ കോസ്റ്റ്യൂം. എടാ ആ പാൻറ് കാണിച്ചത് എന്താ പള്ളിയിലച്ഛൻ്റെ ജുബ് പോലെ. ഇവന്റെ കുറച്ച് ലെങ്ത് ആണ് ഗൈസ്. മതി മതി മതി. എൻ്റെ ഒന്നും അത്ര ഇല്ല കേട്ടോ. ഇതുപോലെ ഇപ്പൊ ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് എൻട്രിയുടെ കോസ്റ്റ്യൂം. ഗേൾസിന്റെ കോസ്റ്റ്യൂം കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ നമ്മള് ഇതാ അതുകൊണ്ട് അവര് ഡ്രസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ എൻട്രി കഴിഞ്ഞിട്ട് വരട്ടെ. ഏതായാലും അപ്പൊ നമ്മള് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? വേറെ ഇരുന്നത് ചത്തിന് അയ്യ ഒന്നാമത്. ഇപ്പൊ സമയം ഏകദേശം 8:30-9 മണിയാവാനായിട്ട്. ഫുഡ് തീർന്നുണ്ടോ പോയി നോക്കട്ടെ. ഗൈസ് ഇത് വെറൈറ്റി ആയിരുന്നിട്ടാ. അതായത് പ്ലേറ്റില് ഇലയുടെ പീസ് വെച്ചിട്ടുണ്ടാ. ഇത് കൊള്ളാം. ഇത് ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെയാണെന്ന്. മറ്റേതെന്താ അലുവേ? ഓക്കെ ഓക്കെ ടേസ്റ്റ് നോക്കാം. വേറെ ഇടിയപ്പം. ഓക്കെ മച്ച ഒന്നുകൂടെ കേട്ടോ. താങ്ക് യു. ഇതെന്താ ഇഷ്ടു? വേണ്ട വേണ്ട വേറെ കറി എടുത്തോ. ഗൈസ് കുറേ ഐറ്റം വേണ്ട വേണ്ട പൊറോട്ട വേണ്ട കറി. വെജ് ഓക്കെ. ഇച്ചിരിയുടെ കറി വരും. താങ്ക് യു. 2 പീസ് ഇട്ടു. ഗൈസ് ചിക്കൻ പോലെ തോന്നിക്കും, പക്ഷെ ചിക്കൻ അല്ല, കോളിഫ്ലവർ അല്ലേ? താങ്ക് യു. മണ്ടൻ എൻ്റെ 2 ഉണ്ട്. ഓക്കെ ഗൈസ് 3 നൂൽപുട്ട് അഥവാ ഇടിയപ്പം. ഇടിയപ്പം അല്ലേ ഇതിന് പറയല്ലേ? ഇതെന്ത് ദോശ? ആ ദോശയും ചട്നി പരിപാടി അതുകൊണ്ടിട്ടാ. എന്റെ മോനെ നിറച്ചുണ്ടല്ലോ. ഇത് ചിക്കൻ പൊരിച്ചല്ല, കോളിഫ്ലവറാ. നമ്മട്ടെ ഒന്ന് മൊത്തക്ക് വെക്കെ. ഇനി തീ വെക്കെ. ഞാനും ഇതെല്ലാം കൂടെ കഴിക്കുവോ? അത് പറ. എല്ലാം ടേസ്റ്റ്, പക്ഷെ വേസ്റ്റ് ആക്കരുത്. അതായത് നോൺ വെജ് ആയിട്ട് ഒരു ഐറ്റം ഇല്ല, മൊത്തം വെജിറ്റബിൾ ആണ്. വെജിറ്റബിൾ കറി, ചിക്കൻ പീസ് ആണ്. ഇതൊക്കെ ചിക്കനാന്ന് വിചാരിച്ച് കാര്യമായിട്ട് കുറെ ആൾക്കാർ എടുത്ത് ഇത് മറ്റേ കോളിഫ്ലവർ. ഇത് അലുവ. അത് പറയുന്നുണ്ട് ആദ്യത്തെ. ക്യാരറ്റിലും ഇത് ഇതിന് വേറെന്തോ പേരൊന്നുമല്ലോ. അലുവല്ല, ഹൽവ. ഹൽവ ഹൽവ സോറി ഹൽവ. ഹൽവയും മത്തിക്കറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഹൽവയും കോളിഫ്ലവറൊക്കെ ആദ്യമായിട്ടാണ്. അതിനൊക്കെ ഒരു കണക്ക് കയ്യും കണക്കൊക്കെ ഉണ്ടായിക്കോട്ടെ. ഒരു നോക്കുന്നുണ്ട് ഇതൊക്കെ. ഇവിടെ കണ്ടേ ഈ പൊറോട്ട കൊണ്ട് ഏറ്. അനു ആ പൊറോട്ടയുടെ
പൊറോട്ട നല്ലതാണ് ഹെൽത്തി. മൈദ കൂട്ടി വെച്ച് ഇങ്ങനെ ഇതല്ലേ വളരെ നല്ലതാണ്. ഇങ്ങനെ ചൊറിഞ്ഞ് ഗൈസ്, അപ്പൊ നമ്മളിത് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞാണ്ട് ഇവിടെ എത്തിയിട്ടാ, ക്ലാസ്സിൽ എത്തിയിട്ടാ. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല, കോസ്റ്റ്യൂം ഒക്കെ മടക്കി വെച്ച് കഴിഞ്ഞു. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. കഴിഞ്ഞില്ലേ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആകെ ഇപ്പൊ സമയം 1:45 ആകെ മൊത്തത്തിൽ ടയർഡാണ്. എല്ലാവരും വീട്ടിൽ പോകുന്ന പരിപാടിയാണ്. അപ്പൊ ഗൈസ്, ഇത്ര ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബാക്കി വിശേഷങ്ങളായിരിക്കും. ബൈ.